ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമുണ്ട്, ഫേമസ് ആണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ നിലമ്പൂർ ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ അവിടെ 3-4 ദിവസം ഞങ്ങളുണ്ട്, റിസോർട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോവുക. ഒരു 60 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ 6 മണി കഴിയുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഒത്തിരി തിരക്കുള്ളൊരു അമ്പലവുമാട്ടോ, ക്യൂ നിൽക്കുകയും ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ പാട്ടൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അത്രയും അറിയത്തില്ലായിരുന്നു. പക്ഷെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ അമ്പലമാണ്, നല്ല ഫേമസ് ആണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് വേറൊരു റിസപ്ഷൻ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതെല്ലാം തൊഴുതൊക്കെ വരികയും ചെയ്യണം. അപ്പോൾ ഏതായാലും ആ ഭാഗ്യം, ഞങ്ങൾക്ക് തൊഴാനുള്ള ഭാഗ്യം കിട്ടി. കാരണം ആ ക്യൂവിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് വന്നാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അകത്ത് കയറ്റി വിട്ടു. ഏതായാലും അധികം ക്യൂ നിൽക്കാതെ, കുറച്ച് നിന്നു, എന്നാലും നിൽക്കാതെ നമുക്ക് തൊഴാൻ പറ്റി. ആദ്യമായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. ഞങ്ങൾ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ശീവേലിയുടെ എഴുന്നള്ളിപ്പ്. അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തേക്ക് നട അടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ചെന്ന സമയം കറക്റ്റായിരുന്നു. പിന്നെ തൊഴുതു. പിന്നെ അതിൻ്റെ ഉപദൈവങ്ങളൊക്കെ വെളിയിലുണ്ടല്ലോ, അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ പോയി തൊഴുതു. ഒത്തിരി ഏരിയ ആയിട്ട് ഈ അമ്പലം, വലിയൊരു അമ്പലം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം തൊഴുത് ഒരു മണിക്കൂറോളം ഞങ്ങൾ അതിലെല്ലാം നടന്ന്. അങ്ങനെ നമുക്ക് ഈ അമ്പലത്തിനെ പറ്റി ആദ്യം ആയതുകൊണ്ട് വലിയ കൂടുതലൊന്നും അറിയത്തില്ല, എന്നാലും എല്ലായിടും ഒക്കെ നടന്ന് തൊഴുതു. നല്ല തിരക്കും. പിന്നെ അവിടുന്ന് നമുക്ക് പായസമൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നെയ് പായസമുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ വഴിപാടൊക്കെ ചെയ്തു. പിന്നെ പൂജയ്ക്ക് പിന്നെ അകത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി സമയം വേണമായിരുന്നു. അപ്പോൾ അതിന് താമസം വരും, അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ലാതെ ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലോട്ട്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കാതെ ഒരു അമ്പലത്തിൽ പോയി, ഞങ്ങൾ നാട്ടിൽ നിന്ന് വിചാരിച്ച് പോയതല്ല. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫേമസ് അമ്പലമുണ്ട്, പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര്, എല്ലാവരും വന്നില്ല, ഞങ്ങൾ കുറച്ച് പ്രായമുള്ളവർ മാത്രം ഞങ്ങൾ വന്നു. പിള്ളേർ സെറ്റൊന്നും വന്നില്ല, കാരണം രാവിലെ എഴുന്നേറ്റ് വരണമായിരുന്നു. അതുപോലെ തലേ ദിവസവും റിസപ്ഷൻ പരിപാടി ഉണ്ടായിരുന്നു, ഹൽദി പരിപാടി. ഒരു കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. പിന്നെ പിറ്റേ ദിവസം മെഹന്തി ആയിരുന്നു. അപ്പോൾ ഹൽദി കഴിഞ്ഞ് എല്ലാവരുമൊക്കെ താമസിച്ച് എഴുന്നേൽക്കുന്നത്. ഞങ്ങൾ പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയി ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെപ്പോഴൊന്നും ചെല്ലുന്ന ഏരിയ അല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ പോയി. അവിടെ പിന്നെ അകത്ത് നമുക്ക് പ്രസാദം തരാനായി തിരക്കായത് കൊണ്ടായിരിക്കും, വെളിയിലാണ് പ്രസാദമൊക്കെ തരുന്നത്. പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊട്ട് നമ്മൾ വെളിയിലിറങ്ങി. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കാണാമേ.